ഗൈസ്, അപ്പൊ ചത്ത പച്ച മൂവി കണ്ടിരിക്കുകയാണ്. പടത്തിനെ കുറിച്ച് ആദ്യമേ ഒരു കാര്യം പറയാം. നല്ല കിഡിലൻ വൈബ് പടം. നമ്മൾ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് അർമാദിക്കാനുള്ള രീതിയിലാണ് ഈ പടം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഫൈറ്റ് കൊറിയോ. അത് ഭയങ്കര രസമായിരുന്നു. നമ്മളൊരു WWE കാണൂലേ, ആ ഒരു വൈബിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഈ പടത്തിലെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിൽ ഇന്റർവെല്ലിന് പോണതിന് മുമ്പ് ഇവര് ഈ റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതിലെ ഫൈറ്റ് കൊറിയോയും അതിന്റെ കോസ്റ്റ്യൂമും അതിൽ വന്ന എഡിറ്റ്സും എല്ലാം വേറെ മൂടായിരുന്നു, വേറെ ലെവൽ സാധനമായിരുന്നു. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഇവർ സെറ്റ് ചെയ്തേക്കണ കുറച്ച് ഹ്യൂമർ ഉണ്ട്. അത് ആ ഫൈറ്റിന്റെ ആവേശം കളയാതെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ആ സാധനം, ആ ഹ്യൂമർ അത് വർക്കൗട്ട് ആവും. അങ്ങനത്തെ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ആ ഒരു ടോപ്പ് ലെവലിൽ എനിക്ക് നിന്നത്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഫസ്റ്റ് ഹാഫിന്റെ അത്രയും വന്നില്ല, എന്നാലും നല്ല രസമായിരുന്നു സെക്കൻഡ് ഹാഫും കണ്ടിരിക്കാൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഇക്കാടെ ലാസ്റ്റത്തെ എൻട്രി കൂടി ആയപ്പോൾ തിയേറ്റർ കിടന്നങ്ങോട്ട് ഇളകുമായിരുന്നു. അങ്ങനെ വൈബിൽ സെറ്റ് ചെയ്തേക്കണ ഒരു പടം. പിന്നെ 2.5 മണിക്കൂറുള്ള ഈ സിനിമ ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ തുടങ്ങി തീരണ അറിയില്ല, ആ ലെവലിലാണ് ഇവര് കട്ട് ഷോട്ട് ചെയ്ത് വെച്ചേക്കണം. ഫൈറ്റ് സിനിമയിൽ ഒരുപാട് ഫൈറ്റ് ആകുമ്പം ഇങ്ങനെ ചിലപ്പോൾ ഒക്കെ ചില സിനിമ കാണുമ്പോൾ മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ ഇതിൽ ഓരോ ഫൈറ്റിനും അതിൻ്റെതായ സ്റ്റൈലുണ്ട്, അതിൻ്റെതായ ഒരു രസമുണ്ട്. പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ ആ 2.5 മണിക്കൂറിൽ ഇവർ സെറ്റ് ചെയ്തേക്കണം. ഭയങ്കര രസമായിരുന്നു. അർജുൻ അശോകൻ, റോഷൻ വൈശാഖ് ഇവര് ചുമ്മാ പൂണ്ട് വിളയാടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതുകൂടാതെ ഇവരുടെ കോ ആക്ടേഴ്സ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരും ഭയങ്കര അടിപൊളിയാണ്. ആ ഫൈറ്റിന്റെ ഒക്കെ സമയത്ത് നല്ല നല്ല രസമാണ് ഇവരെല്ലാവരും കണ്ടിരിക്കുക. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ സിനിമയിലെ എല്ലാവരും വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ജസ്റ്റ് ടേക്ക് എ ടിക്കറ്റ് ആൻഡ് ഗോ എൻജോയ് ദിസ് മൂവി. അർമാദിക്ക് തിയേറ്ററിൽ പോയിരുന്നു, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം.